നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലം ആണ് വിയറ്റ്നാം നിൻബിനിലെ മെയിനായിട്ടുള്ളൊരു അട്രാക്ഷൻ പോയിൻ്റാണിത്. ഇതാ മെയിനായിട്ടുള്ളൊരു അട്രാക്ഷൻ പോയിൻ്റാണിത്. ആ കാണുന്ന സെൻറ്ററിലുള്ളൊരു പോയിൻ്റ്, ആ സെൻറ്ററിൽ കണ്ടോ ഒരു ഈ ഒരു ലേക്കിൻ്റെ സെൻറ്ററിൽ വരുന്നൊരു സംഭവമാണ്. പിന്നെ നമ്മളിപ്പം ഇവിടുത്തെ ഇവരെ അമ്പലത്തിലേക്കാണ് വന്നിട്ടുള്ളത്. നമുക്ക് ജസ്റ്റ് ഒന്ന് അവിടെ കയറി നോക്കാം. ഈ വിയറ്റ്നാമിലെ നിൻബിൻ എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥലം നിങ്ങൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ടതാണ്. എന്താ വെച്ചാൽ ഇവിടുത്തെ ഒരു പ്രത്യേകത, അതുപോലെ തന്നെ ഇവിടുത്തെ പ്രാചീന കാലത്തെ ആൾക്കാർ ഉപയോഗിച്ച സാധനങ്ങൾ ഏകദേശം 1000-1500 വർഷങ്ങൾക്ക് മുന്നേ ഉണ്ട ഓരോ സംഭവങ്ങളും ഇവിടെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് കണ്ടോ, അത്രക്കും കുറേ വർഷങ്ങൾ പഴക്കമുള്ള കല്ലുകളാണ്. പിന്നെ കല്ലുകൊണ്ടുണ്ടാക്കിയ പാത്രങ്ങൾ, അങ്ങനെ പലതരം ഐറ്റംസ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് വേറൊരു ടെമ്പിളിൻ്റെ മുൻവശമാണ് നമ്മൾ ഈ കാണുന്നത്. കണ്ടോ, ഇതിൻ്റെ ഒരു മുൻവശമാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു പാത്രം ഞാൻ കാണിച്ചു തരാം. ഇവർ അന്ന് കാലത്ത് ഉണ്ടാക്കിയ, അതായത് അത്രയും വർഷങ്ങൾ പഴക്കമുള്ള സംഭവങ്ങളാണ് ഇവിടെ കാണുന്നത്. അത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ഞങ്ങൾക്ക്. ഇതാ പാത്രങ്ങൾ, ഇതിവിടുത്തെ ക്യാഷാണ്. ഇവിടുത്തെ 5000, 1000, 10,000 അങ്ങനെയൊക്കെയുള്ളൊരു ക്യാഷുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് അമ്പലം വരുന്നത്. ഇവിടെ ചെരുപ്പ് അയച്ചു വേണം ഇവിടെ കയറാൻ. ചെരുപ്പ് അയച്ചിട്ട് വേണം ഈ ഒരു അമ്പലത്തിൽ കയറാൻ. അതുപോലെ തന്നെ വളരെ സൈലൻ്റ് ആയിരിക്കണം. നമ്മൾ ഒച്ചപ്പാടും ബഹളമൊന്നും ഉണ്ടാക്കാൻ പാടില്ല. ഇനി നമ്മൾ വഞ്ചി അവിടെ ആ ഭാഗത്താണ് നിൽക്കുന്നത്. ഇവിടെ വഞ്ചിയിൽ വേണം ഇവിടെ എത്താൻ വേണ്ടിയിട്ട്. ഒരാൾക്ക് വരുന്ന ചാർജ് എന്ന് പറയുന്നത് 2,50,000 ഏകദേശം നമ്മളെ നാട്ടിലത്തെ ഒരു ഇന്ത്യൻ റുപ്പീസ് ഒരു 850-900 രൂപേൻ്റെ അണ്ടറിലായിട്ട് ആണ് ഈ ഒരു ചാർജ് ഒരാൾക്ക് വരുന്നത്. അപ്പം നിൻബിനാണ് ഈ സ്ഥലം വരുന്നത്. നിൻബിൻ മസ്റ്റായിട്ട് നിങ്ങൾ വിയറ്റ്നാം വരാണെങ്കിൽ ഹാനോയിലെ നിൻബിൻ മസ്റ്റ് വിസിറ്റാണ്. എന്താ വെച്ചാൽ അത്രമാത്രം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുണ്ട് ഇവിടെ. ആ ഒരു ഗുഹേൻ്റെ ഉള്ളിലൂടെ പോകുന്നതും, പിന്നെ ആ ഗുഹേൻ്റെ ഉള്ളിൽ പോയിട്ട് നമ്മൾ ഈ ഒരു ഇങ്ങനെ ഓരോരോ ഐലൻഡ് പോലത്തെ സ്ഥലങ്ങൾ വരുന്നതും അതൊക്കെ ഭയങ്കര രസകരമായൊരു കാര്യമാണ്. അപ്പോൾ നമ്മളെ കാത്തിട്ട് നമ്മളെ 5 ബോട്ടാണ് നമുക്കുള്ളത്. നമ്മൾ മൊത്തം 18 പേരായിരുന്നു. ഒന്നിൽ 4 ആൾക്കാരും വേറൊന്നിൽ 3 ആൾക്കാരൊക്കെ ആയിട്ട് നമ്മൾ മൊത്തം 5 തോണിയിലായിരുന്നു വന്നത്. 5 ആൾക്കാർ ഇതാ ഇവിടെ നിൽക്കുന്നുണ്ട്. എല്ലാവരും ഒരു ഹായ് കാണിക്കോ? ഹായ് ഹായ് കാണിക്കോ? ഹായ് എല്ലാവരും ഹായ്. സിൻ ചാओ, സിൻ ചാओ, സിൻ ചാओ, സിൻ ചാओ. വിയറ്റ്നാം സിൻ ചാओ, വിയറ്റ്നാമീസ് വിയറ്റ്നാം സിൻ ചാओ. ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിൽ ഇന്ത്യ നമ്പർ 1. അതാ കർണാടകക്കാരാണ് പോകുന്നത്. ഇന്ത്യ നമ്പർ 1, വിയറ്റ്നാം നമ്പർ 2. വിയറ്റ്നാം നമ്പർ 1. അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട് വിയറ്റ്നാം നമ്പർ 1 എന്ന് പറഞ്ഞപ്പോൾ. അവർക്ക് കുറേ നേരം നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിയറ്റ്നാം നമ്പർ 2 എന്ന് പറഞ്ഞപ്പോൾ ആൾക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. വിയറ്റ്നാം നമ്പർ 1 എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ എല്ലാവരും മുഖത്തും ഹാപ്പിയായി. അപ്പം നമ്മളെല്ലാവരും കാത്തു നിൽക്കുകയാണ്. ഇവരൊക്കെ 5 ബോട്ടുകളും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അടുത്ത തന്നെ ഇതിലേക്ക് ഇങ്ങനെ എല്ലാവരും പോകും. ഇന്ത്യ സിൻ ചാओ, സിൻ ചാओ. സിൻ ചാओ എന്ന് പറഞ്ഞാൽ താങ്ക് യു എന്നാണ് അർത്ഥം വരുന്നത്. അതുപോലെ തന്നെ സിൻ ചാओ എന്ന് പറഞ്ഞാൽ ഇതാണ് അർത്ഥം വരുന്നത്. പിന്നെ അതുപോലെ തന്നെ താങ്ക് യു എന്ന് പറയുന്നത് കാം ഏൺ എന്ന് പറയും. കാം ഏൺ എന്ന് പറഞ്ഞാൽ അപ്പം താങ്ക് യു എന്നാണ് ഇവർ അർത്ഥം വരുന്നത്. നമ്മൾ കൂടെ വന്ന ഗസ്റ്റുകളാണ് ബാക്കിൽ കാണുന്നത്. ഏകദേശം 18ഓളം പേരുണ്ട്. അപ്പം എല്ലാവരും നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ട്. അടിപൊളിയാണ് കേട്ടോ. അടിപൊളി രസകരമായിട്ടാണ് നമ്മളിപ്പം ഇതുവരെ വന്നുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം എന്താ വെച്ചാൽ
നമ്മൾ കേവിൻ്റെ ഉള്ളിലൂടെ പോകുന്നൊരു രംഗം അതൊന്നും മറക്കാൻ പറ്റില്ല, ലൈഫിൽ നമുക്ക് മറക്കാൻ പറ്റില്ല ആ ഒരു കേവിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ തല തട്ടുമോ ഇല്ലേ എന്നുള്ള ഒരു പേടിയിൽ നമ്മൾ കുഞ്ഞിരുന്നിട്ട് വേണം അവിടെ നിന്നും പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട്. ഇത് ഏകദേശം ഒരു 3 മണിക്കൂറോളം നീണ്ട യാത്രയായിരിക്കും. അപ്പം ഈ 3 മണിക്കൂർ നമുക്ക് ഇവർ എല്ലാം കാണിച്ചു തരും, എല്ലാ സെറ്റും ഇവിടുത്തെ എല്ലാ സ്ഥലങ്ങളും കാണിച്ചു തരും. ഇവിടുത്തെ മെയിനായിട്ടുള്ള ഒരു അട്രാക്ഷൻ പോയിൻ്റാണ് ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു സെൻറ്ററിലുള്ള ഒരു പോയിൻ്റ്. അത് അടിപൊളിയാണ് ആ സെൻറ്ററിലൊരു പോയിൻ്റ് കാണാൻ. ഇവിടെ വന്നിട്ട് പറയാനുള്ളത് മലയാളം, അതുകൂടാതെ വിയറ്റ്നാമിലും കേരളത്തിൻ്റെ തനിമ പ്രചരിപ്പിക്കുക എന്നാണ് അജീഷ് ഈ ഒരു അവസരത്തിൽ ഇവിടെ വന്നിട്ട് പറയുന്നത്. അപ്പം വിയറ്റ്നാം ഹാനോയിലുള്ള നിൻബിൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് അജീഷ് ഇങ്ങനെ വണ്ടി ഇങ്ങനെ തൊഴിഞ്ഞുകൊണ്ടൊക്കെയാണ്. വളരെ ഇൻട്രസ്റ്റിങ്ങോട് കൂടിയിട്ടാണ് തൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെ വന്ന എല്ലാവരും വളരെയധികം ഇൻട്രസ്റ്റിങ്ങിലാണ്. അത്രയും അടിപൊളിയാണ് ഇവിടെ കാണാനുള്ളത്. പ്രത്യേകിച്ച് ഈ ഒരു എക്സ്പീരിയൻസ് ആണ് ഏകദേശം 3 മണിക്കൂറോളം നീണ്ടു നടന്ന എക്സ്പീരിയൻസാണ്. എല്ലാം കൊണ്ട് സെറ്റാണ്. സേഫ്റ്റി ആണ്, എല്ലാവർക്കും ലൈഫ് ജാക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ഇവരിവിടെ കൊടുക്കുന്നത്. അവിടുന്ന് വേറൊരു 2 ടീം പോയി കൊണ്ടിരിക്കുന്നുണ്ട്. ഹലോ, ഹായ്, ബൈ. ഓക്കെ, അപ്പോൾ അവിടെ നിന്നും വന്ന ടീം നമുക്ക് ഹായ് തന്നിട്ടുണ്ട്. ഒരു ഹായ്. ബാക്കിലെ ടീമും നമുക്ക് ഹായ് തന്നിട്ടുണ്ട്. നമ്മുടെ കൂടെ വന്ന് ഓസ്ട്രേലിയക്കാരും ഉണ്ടായിരുന്നു ഇതിൻ്റെ കൂടെ തന്നെ. ഇതിൻ്റെ ഒരു ഏരിയയാണ് കാണുന്നത്. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു വിസിറ്റ്. അടിപൊളിയാണ് വന്നത്. എന്തായാലും മുതലായി എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ അത്രയും ലെവലാണ് ഇവിടെ വന്നിട്ടുള്ള എക്സ്പീരിയൻസ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. നല്ലൊരു പ്രകൃതിയൊക്കെയാണ്. കാലാവസ്ഥയും കാര്യങ്ങളെല്ലാം നമ്മളെ കേരളം പോലെ തന്നെ സെയിമാണ്. സെയിം കാറ്റും മഴയും എല്ലാം നമ്മൾ കേരളത്തിലെ സെയിം കാലാവസ്ഥയാണ് വരുന്നത്. വാവ്, അടിപൊളിയാണ് കേട്ടോ. സെറ്റാണ് മക്കളെ, ഒരു രക്ഷയില്ലാത്ത അടിപൊളി സെറ്റാണ്. ഹലോ, where are you from? Sweden. Sweden. Switzerland, India. We are from India. Sweden. ഞങ്ങളുടെ ചിച്ചോ എന്നാണ് വിയറ്റ്നാമിയാണ്. ഓക്കെ, ചങ്ങായി തുന്തോ എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ എന്നാണ് അർത്ഥമാക്കുന്നത്. അവരാണ് വിയറ്റ്നാമീസുള്ള ചേച്ചിയാണ് നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ അടിപൊളിയായിട്ടാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു അടിപൊളി കേവ് തന്നെയാണ്. നമ്മൾ ആദ്യം ഒരു കേവിൻ്റെ ഉള്ളിൽ കൂടെ ഇപ്പം ഇങ്ങോട്ടൊക്കെ എത്തിയത്. മുന്നിൽ കുട്ടനാടൻ പാട്ടും പാടിയിട്ടാണ് മുന്നിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ഹാലോങ് ചിങ്ക എന്നാണ് പറഞ്ഞത്. കിങ്കോങ് കിങ്കോങ് കുരങ്ങുണ്ടല്ലോ. എന്തായാലും വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് തന്നെയാണത്. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ. അടുത്ത വിയറ്റ്നാം വിശേഷമായിട്ട് ഉടൻ തന്നെ വരുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത് വിയറ്റ്നാം വിശേഷമായിട്ട് ഉടൻ തന്നെ കാണുന്നതാണ്. ഞാൻ വിയറ്റ്നാമിൽ തന്നെ ഉണ്ടാകും. ഓക്കെ, ബൈ.